ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ആന്ധ്ര സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ ചൂട് ചായയോടൊപ്പം കറുമുറ കഴിക്കാൻ ഒരുപാട് കൊതി വരുന്ന സമയങ്ങളാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു സ്നാക്ക് ഉണ്ടാക്കാന്ന്. അപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ. ആന്ധ്രാക്കാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ് പുണുകുളു എന്ന് പറയുന്ന ഒരു സാധനം. അതിനെയാണ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വേറെ പ്രൊണൗൺസിയേഷൻ ആണോ എനിക്കറിയില്ല, എനിക്കങ്ങനെയാണ് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പം ഇത് അവരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. നമ്മുടെ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്, ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതേ തന്നെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കാണിച്ചിരുന്നത് നമ്മുടെ ചൊവ്വരി വെച്ചിട്ട്, അതായത് ടാപ്പിയോക്ക പോൾസ് അല്ലെങ്കിൽ നമ്മൾ പായസത്തിലൊക്കെ തിക്കാവാൻ വേണ്ടിയിട്ടില്ലേ, അത് വെച്ചിട്ട് ടാപ്പിയോക്ക വെച്ചിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ടാപ്പിയോക്ക പേൾസ് വെച്ചിട്ടുണ്ടാക്കുന്ന സ്നാക്കാണ്. അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പുണുകുളുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പനിയാരക്കല്ലിലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പനിയാരക്കല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് ചീനച്ചട്ടിയിലിട്ടിട്ടും ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ടാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടാപ്പിയോക്ക പേൾസ് ഏകദേശം ഒരു 2 മണിക്കൂർ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പം കണ്ടോ, നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 5 മിനിറ്റ്, ഇതിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പാണ് ഞാനിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. അപ്പോൾ 2-3 പേർക്ക് കഴിക്കാൻ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അറിയാലോ, ഒരു കപ്പിലെടുത്താൽ മതി, അല്ലെങ്കിൽ ഡബിളാക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ഓക്കെ, നമ്മൾ കുറേ ആയി സ്നാക്ക് ഇട്ടോ. അപ്പം ഞാനിനി ഇതിലേക്ക് കുറച്ചുകൂടെ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റൗ കത്തിച്ചിട്ട് പാൻ വെച്ചിട്ടുണ്ട്, സോസ് പാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ, വെജിറ്റബിൾസൊക്കെ കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക് ഒക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് തുടങ്ങട്ടെ. പനിയാരക്കല്ലൊക്കെ റെഡിയാക്കി വെച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ, പനിയാരക്കല്ലിലും ഉണ്ടാക്കാം, ചീനച്ചട്ടിയിലും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് വെന്ത ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ടാപ്പിയോക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, സാധാരണ അരിപ്പൊടി. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക്, ഞാൻ പച്ചമുളക് ചെറുതായിട്ടൊന്ന് പഴുത്തുപോയി, അതുകൊണ്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ചെറുതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത്തിരി പഴുത്ത് പോയിട്ടോ, ഇത്തിരി ചുവന്ന നിറത്തിലാണ് ഇരിക്കുന്നത് പച്ചമുളക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ വേവിച്ച് വെച്ച ടാപ്പിയോക്ക പേൾസ്, ചൊവ്വരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് കുറച്ച് നല്ല തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. പനിയാരക്കല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണയുടെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് മതി, ആ പനിയാരക്കല്ല് നിറയ്ക്കാൻ വേണ്ടി മാത്രം മതി. അപ്പോൾ ചീനച്ചട്ടിയിലാവുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്വാണ്ടിറ്റി, ആ ചീനച്ചട്ടി മുങ്ങണ വരെ നമുക്ക് നിറയ്ക്കേണ്ടി വരും. അതിൻ്റെ 3/4 ഭാഗത്തോളം നമുക്ക് നിറയേണ്ടി വരും, എന്നാലേ നമുക്ക് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് മുങ്ങി കിടക്കണ്ടേ. അപ്പം പനിയാരക്കല്ലാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, അധികം എണ്ണ നമുക്ക് ചിലവാവില്ല. അതുകൊണ്ടാണ് ഞാൻ പനിയാരക്കല്ല് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സാധാരണ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ അതാ സവാളയെല്ലാം അരിഞ്ഞു വെച്ചതെല്ലാം വിട്ട് വന്നിട്ടുണ്ട്, എല്ലാം ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചൊവ്വരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
കണ്ടോ, ചുവരി വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജെല്ലി പോലെ വരും. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ടി വന്നില്ല, വേവിച്ച വെള്ളം തന്നെ വേണ്ടി വന്നുള്ളൂ. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ചുവരി നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ നന്നായി മിക്സായി. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീഴണം, അത്രയേ ഉള്ളൂ. ഈ ഒരു പരുവത്തിൽ വേണം, ഒരുപാട് തിക്കാക്കരി എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പനിയാരക്കല്ല് ചൂടാക്കാൻ തുടങ്ങാം. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാ പനിയാരക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് ഇൻഡാലിയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം, എല്ലാ കുഴിയും നിറയണവരെ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഈ കുഴി നിറയ്ക്കാനുള്ള എണ്ണ മാത്രം മതി. ചീനച്ചട്ടിയിലാവുമ്പോൾ നമുക്കത് അത്രയും മുങ്ങിക്കിടക്കുന്നവരെ എണ്ണ ക്വാണ്ടിറ്റി കൂടുതൽ വേണം. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എണ്ണ കുറവ് മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പനിയാരക്കല്ല് ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത് എന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഓരോന്ന്, ഞാൻ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വൺ എപ്പോഴും കുറച്ച് ട്രിക്കി ആയിരിക്കും. സെക്കൻഡ് ബാച്ച് തൊട്ടായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പും ഇതെല്ലാം കിട്ടുക. അപ്പം ഇതിലേക്ക് ഞാൻ ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ബോണ്ട എന്നും പറയാം കേട്ടോ. ചുവരി വെച്ചിട്ടുണ്ടാക്കുന്ന ബോണ്ട എന്നും വേണമെങ്കിൽ വിളിക്കാം. ഇനി ഇതൊരു, ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. നമുക്കൊന്ന് മീഡിയം ഇട്ടിട്ട് നല്ല ക്രിസ്പായിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട് തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനവിടെ നമ്മുടെ പപ്പടം കുത്തി ഇതിലേക്ക് ഇങ്ങനെ അപ്പമൊക്കെ നമ്മൾ കുത്തിയെടുക്കുന്ന മാതിരി തന്നെ കുത്തി എടുത്താൽ മതി. എന്നിട്ട് എണ്ണ മുഴുവൻ പോയ ശേഷം ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ടിഷ്യൂം വെച്ചിട്ടുണ്ട്, എക്സസ് എണ്ണയൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരണം, നല്ല ക്രിസ്പായിട്ട് വരണം. അതിന് ശേഷം നമുക്ക് 2 സൈഡും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ വട റെഡിയാവും. നല്ല ചൂട് വടയും നല്ല ചായയോ കാപ്പിയോ ഒക്കെ വെച്ചിരുന്ന് സുഖമായി നമുക്ക് വൈകുന്നേരം കഴിക്കാം. ഓക്കെ, പനിയാരെന്ന് വിളിക്കാം, ബോണ്ടാന്ന് വിളിക്കാം, പിന്നെ അവരുടെ സ്റ്റൈലിൽ പുണുകുളു എന്നും വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളപ്പമൊക്കെ തിരിച്ചിടുന്ന മാതിരി തന്നെ ജസ്റ്റ് ഒന്ന് അപ്പം ഈ ഒരു സൈഡും കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരട്ടെ. ഇനി ഒന്നുകൂടെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യും, ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രിസ്പാക്കി എടുത്ത ശേഷമാണ് ഞാൻ കോരിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ബാച്ചും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് കൂടെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ക്രിസ്പാക്കിയിട്ട് എടുക്കാം. ഈ ഭാഗം ഒന്ന് ക്രിസ്പായിട്ട് നല്ല ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരട്ടെ. പിന്നെ ഞാനിവിടെ അരിപ്പൊടിയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചു മൈദയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് അരിപ്പൊടിയാണ്, കുറച്ചുകൂടെ ക്രിസ്പ്നെസ് ആവും എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 2-3 മിനിറ്റായി. ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. അപ്പം ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കുത്തിയെടുക്കാം. ഓക്കെ, നമ്മൾ ആ പോക്ക് എടുക്കുന്ന മാതിരി തന്നെ. കണ്ടോ, അങ്ങനെ നമ്മുടെ ചൊവ്വരി വെച്ചിട്ടുണ്ടാക്കുന്ന പുണുകുളു അല്ലെങ്കിൽ
ചൊവ്വരി കൊണ്ടുണ്ടാക്കുന്ന ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കൂ. ഞാനിവിടെ ഒരു അരിപ്പയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഞാനിത് ബാക്കി ഉണ്ടാക്കട്ടെ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.